ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസയോട് കളത്തിലിരിക്കാൻ വേണ്ടി പറയുകയാണ് ജയനിർമ്മല. അത് കേട്ടോണ്ട് നിൽക്കുന്നു ഗായത്രിയും സേതുവും മായയും ഭാനുവും വിജയപത്മനും ജാനകിയും ഒക്കെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. ദേവനൊക്കെ അപ്പോൾ സൂര്യയും ഒപ്പം തന്നെ ഉണ്ടാവും. ഭാവനയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ ഭാവനയ്ക്ക് പകരം മാനസയെ ഇരുത്തുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ജാനകി ചോദിക്കുകയാണ്, അതല്ല ജയനിർമ്മലെ, എന്തിനാ സുമംഗലി പൂജയ്ക്ക് എന്തിനാണ് മാനസയെ ഇരുത്തുന്നത്? കളത്തിലിരുത്തേണ്ടത് ഭാവനയല്ലേ സുമംഗലി എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ പൂജാരി പറയാണ്, അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള പൂജയാണ് ഇവിടെ നടക്കുന്നത്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ നല്ലതിനും വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത് തന്നെ. ആരാണോ ഗർഭിണി ആയിട്ടുള്ളത് അവരാണ് ഈ കളത്തിൽ ഇരിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഭാവന കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് ഭാവനയുടെ മനസ്സ് മാറുകയാണ്. അങ്ങനെ ജയനിർമ്മല പറയണേ, എന്താണ് ഭാവന ചെയ്യേണ്ടത്? കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടി നടത്തുന്ന പൂജയാണ്. ഇനി എന്ത് വേണമെന്നുള്ളത് ഭാവന തന്നെ തീരുമാനിച്ചോ എന്ന് പറയട്ടെ. അപ്പോൾ ഭാവന പറയണം മാനസയോട്, നീ ഇരിക്ക് മാനസ, ആ കളത്തിലിരിക്കുക എന്ന് പറയണം. അപ്പം മാനസ ആ ഷോക്കായി നിൽക്കുകയാണ്. മാനസയ്ക്കും അത് അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഭാവന വീണ്ടും പറയണേ, നീ ഒന്നും നോക്കണ്ട മാനസ, കുഞ്ഞിൻ്റെ നല്ലതല്ലേ വേണ്ടത്. ഞാനായിട്ട് ഒരു തടസ്സവും നിൽക്കാൻ പാടില്ല. കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നതെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു തടസ്സവും ഞാൻ നിൽക്കുന്നില്ല സൂര്യ. മാനസ തന്നെ ആ കളത്തിൽ ഇരിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമ്മൾ തന്നെ ഒരു തടസ്സവും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ മാനസയെ ഭാവന തന്നെ അവിടെ ഇരുത്തുകയാണ്. ഇത് കാണുന്ന ഭാവനയുടെ കുടുംബത്തിനൊന്നും തന്നെ ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ ജയനിർമ്മലയുടെ അടവാണ് എന്നുള്ള കാര്യം ജാനകിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വിജയപത്മനോട് പറയുന്നുണ്ട്, പപ്പേട്ട ഇത് കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ജയനിർമ്മല മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് പൂജ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എവിടെയും കാണാത്ത ഒരു പൂജാ രീതികളാണല്ലോ ഇവിടെ നടക്കുന്നത് എന്ന് ജാനകി പറയണം. ഒന്ന് അടങ്ങ് ജാനകി, നോക്കാം, നമുക്ക് ആദ്യം പൂജ കഴിയട്ടെ, എന്നിട്ട് മതി ഇതിനെക്കുറിച്ച് സംസാരിക്കല് എന്ന് പറഞ്ഞ് ജാനകിയോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ്. പിന്നീട് പൂജാരി പറയുകയാണ്, സിന്ദൂരം എടുത്ത് മാനസയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടുകൊടുക്കണം എന്ന് പറഞ്ഞതോടുകൂടി അടുത്ത ഒരു ഷോക്ക് തന്നെയാണ് അവർക്കാവുന്നത്. അപ്പോൾ വീണ്ടും ജാനകി ചോദിക്കുകയാണ്, മാനസയുടെ കല്യാണം പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, എങ്ങനെ സിന്ദൂരം തൊട്ടുകൊടുക്കും? ഇതൊക്കെ എവിടുത്തെ പൂജാ രീതികളാണ്? കേട്ടുകേൾവി പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ജാനകി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അപ്പൊ പൂജാരി വീണ്ടും പറയുകയാണ്, കുഞ്ഞിന്റെയും അമ്മയുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അതുകൊണ്ട് ഈ ഒരു ചടങ്ങ് കൂടി ചെയ്തേ പറ്റൂ എന്ന് വീണ്ടും പൂജാരി പറയട്ടെ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, കുഞ്ഞിന്റെയും അമ്മയുടെയും നല്ലതിനാണെങ്കിൽ ഭാവനയാണ് ഈ കളത്തിലിരിക്കേണ്ടത്. സുമംഗലിയായിട്ടുള്ള ഭാവന തന്നെയാണ് സിന്ദൂരം തൊടേണ്ടത്. എന്റെ അമ്മയാണ് ഭാവന, അപ്പൊ പിന്നെ ഭാവന തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് ജാനകി പറയട്ടെ. അപ്പൊ പൂജാരി പറയുകയാണ്, ആരാണോ ഗർഭം ധരിച്ചിട്ടുള്ളത് അവർക്കാണ് ഇവിടെ പ്രസക്തിയുള്ളത് എന്ന് പറയാണ്. അങ്ങനെ ഭാവനയുടെ നെഞ്ച് തകരുന്ന വേദനയോടെയാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. അങ്ങനെ ജയനിർമ്മല അടുത്ത അടവെടുക്കുകയാണ്. ഭാവന, നീ തന്നെ തീരുമാനിച്ചോ എന്താണ് വേണ്ടത്? കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത്, അതുകൊണ്ട് നീ തന്നെ എല്ലാം തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് മനസ്സ് വീണ്ടും മാറ്റിയെടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന സൂര്യയെ നോക്കുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയണേ. അപ്പോൾ ഭാവന പറയും, സൂര്യ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിൻ്റെ മുന്നേ ആ കുഞ്ഞിന് ഒരു ദോഷവും വരാൻ പാടില്ല, അതുകൊണ്ട് നീ സിന്ദൂരം തൊട്ട് കൊടുക്കുക. സിന്ദൂരം തൊട്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മളെ രണ്ടുപേരെയും പിരിക്കാൻ കഴിയില്ല, നമ്മുടെ സ്നേഹത്തിൻ്റെ ആർക്ക് തന്നെയും അളക്കാനും കഴിയില്ല, അതുകൊണ്ട് നീ സിന്ദൂരം തൊട്ട് കൊടുത്തേക്ക് എന്ന് പറയണേ. അങ്ങനെ ഭാവന പറഞ്ഞതോടുകൂടി സൂര്യ മനസ്സില്ല മനസ്സോടെ മാനസയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കൊടുക്കാണ്ട്. അതും ശരിക്കൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്, നെറ്റിയിൽ നിന്ന് കുറച്ച് തെന്നിയിട്ടാണ് അങ്ങനെക്കായിട്ടാണ് സിന്ദൂരം അങ്ങ് തൊട്ട് കൊടുക്കുന്നത്. അതും നല്ലതുപോലെ ഒന്നുമല്ല സൂര്യ ഇട്ട് കൊടുക്കുന്നത്, ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് മാനസയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ മാനസ മിണ്ടാതെ ഒക്കെ കണ്ടും കൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ മായ പറയുന്നുണ്ട്, ഭാവന ഇത് കുറച്ച് ആലോചിച്ച് ചെയ്താൽ മതി, കാരണം സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഒരു ഭാര്യയാണ്, ഭാര്യയുടെ നെറ്റിയിൽ ഭർത്താവ് സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്, അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ഇതിപ്പോൾ മാനസയുടെ വിവാഹം പോലും കഴിയാത്ത മാനസയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്, അതുകൊണ്ട് ഇത് ഭാവന നീ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയട്ടെ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, മായേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ നമുക്കറിയാമല്ലോ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. പൂജയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ പൂജാരി പറയുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല വശം എന്താണെന്ന് കരുതിയിട്ടാണ് നമ്മൾ നല്ല
ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതല്ല മറ്റുള്ളവർ അതൊക്കെ ദുരുദ്ദേശം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തോളൂ. ഞാൻ ദൈവത്തിൽ എല്ലാ കാര്യവും അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജയനിർമ്മലയെ ഒന്ന് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭാവന ഇടങ്ങണ്ടുകൊണ്ട് നോക്കുന്നത്. അപ്പോൾ ജയനിർമ്മലയാണെങ്കിൽ പുഞ്ചിരിച്ച് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ജയനിർമ്മല നിൽക്കുന്നത്. അങ്ങനെ ഗായത്രിയൊക്കെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാനു പറയുന്നുണ്ട്, അമ്മ ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, ഇങ്ങനെയൊന്നും എവിടെയും കേട്ടുകേൾവി പോലും ഇല്ല, ഇത് കുറച്ച് ഓവറാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗായത്രി പറയണം, അത് മോളെ നീ പറഞ്ഞത് ശരിയാണ്, ഇതൊക്കെ ജയനിർമ്മലയുടെ മറ്റൊരു അടവ് തന്നെയാണ്. യും സൂര്യയും പിരിക്കാൻ വേണ്ടിയിട്ട് ജയനിർമ്മല കളിക്കുന്ന നാടകമാണ് എന്നൊക്കെ ഗായത്രി ഭാനുവിനോട് പറയുകയാണ്. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ, ഇതിനുള്ള തിരിച്ചടി എന്താണെങ്കിലും ഈശ്വരൻ തന്നെ കൊടുക്കും എന്നൊക്കെ മനസ്സുരുകി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഗായത്രി ഭാനുവിനോട് പറയുന്നത്. പിന്നീട് പൂജാരി അടുത്ത ഒരു കാര്യം പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സിന്ദൂരം തൊടുന്ന ചടങ്ങ് കഴിഞ്ഞല്ലോ, അടുത്തത് ഇനി മാനസയെ സൂര്യ എടുത്തുകൊണ്ട് ഇത് മുഴുവനും പ്രദക്ഷിണം വെക്കണം, ഇതിന് ചുറ്റും ഒന്ന് വലയം വെക്കണം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ വീണ്ടും അങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പോൾ സേതു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഇതിന് ഒരിക്കലും ഭാവനയും സൂര്യയും കൂട്ടു നിൽക്കരുത്, ഇത് എവിടെയും കേട്ടുകേൾവി ഇല്ലാത്ത ആചാരമാണ് ഇവിടെ നടക്കുന്നത്, ഇത് മറ്റെന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൂജ ഇവിടെ നടക്കുന്നത്, ഇതിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത്, ഈ പൂജ തടസ്സപ്പെടുത്തണം എന്ന് പറയണം. അത് കേട്ടപ്പോൾ പൂജാരി അടുത്ത ഒരു അടവെടുക്കുകയാണ് കേട്ടോ. ഈ പൂജ നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം വരാനുള്ളത്, ഈ പൂജ തടസ്സപ്പെടുത്തിയാൽ ഇവിടെ ഒരു മരണം വരെ സംഭവിക്കും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പൂജ തുടരുന്നതാണ് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഈ പൂജ നിർത്തിയിട്ട് ഞാൻ അങ്ങ് പോവും എന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ വീണ്ടും അങ്ങ് ഭാവനയ്ക്ക് പേടി വരികയാണ്. മരണം സംഭവിക്കും എന്ന് കേട്ടതോടുകൂടി എല്ലാവർക്കും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഭാവന പറയുകയാണ്, സൂര്യ നീ ഈ പൂജാരി പറയുന്നത് പോലെ ചെയ്തേക്ക് എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല ഭാവന, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അമ്മ ഈ പൂജ നടത്തുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ വ്യക്തമായി എന്ന് പറയട്ടോ. അങ്ങനെ ദേവൻ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജയനിർമ്മല പൊട്ടിച്ചിരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവന് ദേഷ്യം പിടിച്ചിട്ട് ജയനിർമ്മലയുടെ കൈ അങ്ങ് അമർത്തി പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എടി ദുഷ്ടത്തി, നീ എന്താണ് ഈ ചെയ്യുന്നത്, നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ നടത്തുന്നത് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നിന്റെ മനസ്സിൽ ഇത്രയ്ക്ക് പകയാണോ ഉള്ളത്, നീ ഒരിക്കലും മാറുമെന്ന് എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല, നീ ഇതുവരെ നടിച്ചതെല്ലാം അഭിനയമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയട്ടെ. അപ്പോൾ ജയനിർമ്മല പറയാണ്, അതിന് ദേവേട്ട ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം പൂജാരി പറയുന്നതല്ലേ, എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല, ഇത് പൂജയുടെ ഭാഗമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പൂജാരി പറയുന്നത് ദേവേട്ടൻ കേട്ടതല്ലേ, ഇതിലിപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ദേവേട്ടൻ പറയുന്നത് കേട്ട പൂജാരി പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നുമല്ലോ എന്ന് പറയട്ടോ. എനിക്ക് നിന്റെ എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട്, ഈ പൂജ നടത്തുന്നതും എന്താണെന്നതും എനിക്ക് മനസ്സിലായി, പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, ഒരിക്കലും നമ്മുടെ മകൻ സൂര്യയെയും ഭാവനയെയും പിരിക്കാൻ കഴിയില്ല എന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ, നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും ഭാവനയെ നീ പറഞ്ഞയക്കാൻ വേണ്ടി എന്തെല്ലാം കളികൾ കളിച്ചു, എന്നിട്ട് എന്തെങ്കിലും നിനക്ക് സാധിച്ചോ, എന്നിട്ട് നിനക്ക് വലിയൊരു തിരിച്ചടിയല്ലേ കിട്ടിയത്, അത് നീ ഓർത്തു വെച്ചോ എന്നൊക്കെ പറയട്ടെ. അപ്പോഴും ജയനിർമ്മലയ്ക്ക് ഒരു കുലുക്കവുമില്ല, മനസ്സിൽ അഹങ്കാരത്തോടു കൂടി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ള ഭാവത്തിൽ വീണ്ടും നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന സൂര്യയോട് പറയുകയാണ്, സൂര്യ നീ ഈ പൂജാരി പറയുന്നത് പോലെ ചെയ്തേക്ക്, ഇവരൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം ആർക്കും തന്നെയും അളക്കാനും കഴിയില്ല, ഇതിപ്പോൾ പൂജയുടെ ഒരു ഭാഗമായിട്ട് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ, ഒരു ചടങ്ങായിട്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ, ഇത് മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് ഇവർ ഈ കാണിക്കുന്നതെങ്കിൽ അവർക്ക് തന്നെയാണ് ഇതിൻ്റെ ദോഷം ഉണ്ടാവുകയുള്ളൂ, സൂര്യ ഈ ചടങ്ങ് പൂജാരി പറഞ്ഞതുപോലെ ചെയ്തേക്ക്, കാരണം ദൂരം തൊട്ട് കൊടുത്തതിനേക്കാളും വലുതായിട്ട് ഇനി എന്ത് വരാനാണ് എന്ന് ഭാവന കരഞ്ഞുകൊണ്ട് സൂര്യയോട് പറയുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഭാവന പറയുന്നത് സൂര്യ അനുസരിക്കുകയാണ്. അങ്ങനെ മാനസയെ കോരിയെടുത്തോണ്ട് പൂജ നടക്കുന്ന ആ ഒരു ചടങ്ങിൻ്റെ ചുറ്റും മാനസയെ എടുത്തോണ്ട് സൂര്യ ചുറ്റും പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മാനസയെ എടുത്തോണ്ട് സൂര്യ നടക്കുന്നത് കാണുമ്പോൾ ഭാവന പൊട്ടിക്കരയുകയാണ്. അപ്പോൾ മാനസ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ മാനസയോട് ഭാവന പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയല്ലേ, ഇനി ഇതെല്ലാം അനുഭവിച്ചല്ലേ മതിയാവൂ എന്ന് മാനസയോട് ഭാവനയും പറയുന്നുണ്ട്. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ദേഷ്യത്തോട് കൂടിയിട്ട് സൂര്യ അമ്മയോടുള്ള ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് നോക്കുന്നത് അമ്മയെ. എന്നിട്ട് പ്രദക്ഷിണം വെച്ച്
മാനസയെ ആ കളത്തിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് പൂജാരി അടുത്ത ഒരു കാര്യം പറയുകയാണ്, ഒരു പാവ അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ, ഒരു പ്രതിമ പോലത്തെ ഒരു പാവ വെച്ചിട്ടുണ്ടാവും, അത് ഇനി ഭാവനയോട് അത് കത്തിക്കാനൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്തിനാണ് ഞാനിത് കത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയാത്ത നിന്റെ ദൃഷ്ടിദോഷം കുഞ്ഞിനും അമ്മയ്ക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചടങ്ങ് ഭാവന തന്നെ ചെയ്യണം എന്ന് പൂജാരി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ഭാവനയുടെ വീട്ടിലുള്ളവർ എല്ലാവരും ഷോക്കാവുകയാണ്. സൂര്യയും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ദേഷ്യത്തോടു കൂടി പൂജാരിയോട് പറയണേ, ഈ ഒരു ചടങ്ങ് ഞാൻ ചെയ്യില്ല തിരുമേനി എന്ന് പറയട്ടോ. അപ്പോൾ പൂജാരി പറയണേ, കുഞ്ഞിന് ദൃഷ്ടിദോഷം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്, ഈ ചടങ്ങ് നടക്കാതിരിക്കാൻ കഴിയില്ല, ഇത് നടത്തിയേ പറ്റൂ എന്ന് വീണ്ടും പൂജാരി പറയട്ടോ. അപ്പോൾ ഭാവന തറപ്പിച്ച് പറയുകയാണ്, ഇല്ല, എൻ്റെ കുഞ്ഞിന് ഞാൻ തന്നെ ദൃഷ്ടിദോഷമാവുമെന്നോ, ഇത് ഒരിക്കലും എവിടെയും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചടങ്ങുകളാണല്ലോ, ഇത് ഞാൻ ചെയ്യില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. ദേഷ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജാനകി പറയാണ്, മോളെ, ഇവർ എന്തിനാണ് ഈ പൂജ നടത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഇതെല്ലാം ജയനിർമ്മലയുടെ കളി തന്നെയാണ്. അതുകൊണ്ട് മോൾ ഇതിന് കൂട്ടു നിൽക്കണ്ട. ഇവിടെ നിനക്ക് ഇനി ഒരു സ്ഥാനവുമില്ല. നീ എന്തിനാണ് ഇവിടെ അധികപ്പറ്റായി നിൽക്കുന്നത്? വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയണ്. അങ്ങനെ ഭാവന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ജയനിർമ്മല ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പോവുകയാണ് കേട്ടോ. സൂര്യയുടെ ജീവിതത്തിൽ നിന്നും ഭാവനയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ ജയനിർമ്മല വിജയിക്കുകയാണ്. പക്ഷേ ജയനിർമ്മലയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഭാവന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയതോടുകൂടി സൂര്യയും ആ വീട്ടിൽ നിന്നും അങ്ങ് പടിയിറങ്ങാൻ പോവുകയാണ്. ജയനിർമ്മലയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇനി കിട്ടാൻ പോകുന്നത്. ദേവനും ആ പടിയിറങ്ങുകയാണ്. ജയനിർമ്മല തനിച്ചാവുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്.